സ്റ്റേജ് പരിപാടികളിലൂടെയും സിനിമകളിലൂടെയും മലയാളികൾക്ക് ഒരുപാട് പ്രിയങ്കരിയായിരുന്ന ഒരു അഭിനേത്രിയായിരുന്നു സുബി സുരേഷ്. കോമഡി രംഗത്ത് തൻ്റേതായ ഇരിപ്പിടം കണ്ടെത്തുകയും ഇത്തരം പ്രോഗ്രാമുകൾക്ക് വേണ്ടി നടന്ന് തൻ്റെ ആരോഗ്യത്തിന് ഒട്ടും ശ്രദ്ധ കൊടുക്കാതെ ആ കാലത്തിലെ മരണം വരിക്കുകയും ചെയ്ത സുബി സുരേഷ് നമ്മുടെ ഇടയിൽ നിന്ന് യാത്രയായിട്ട് അധികം കാലമൊന്നുമായില്ല. പക്ഷേ വീണ്ടും അടുത്തിടെ സുബി സുരേഷിൻ്റെ അമ്മ നടത്തിയ ചില പരാമർശങ്ങൾ വിവാദമാവുകയാണ്. വീണ്ടും സുബിയെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമാവുകയാണ്. അമ്മയുടെ ഭാഷ്യം അനുസരിച്ച് സുബി വലിയ കഴിവുള്ള ഒരു പെൺകുട്ടിയൊന്നും ആയിരുന്നില്ല. അവരുടെ ഒരാളുടെ മിടുക്കുകൊണ്ട് അവരുടെ നിർബന്ധത്തിന് വഴങ്ങി അവരുടെ ആശയത്തിനനുസരിച്ചാണ് പലപ്പോഴും സുബി സ്റ്റേജ് പ്രോഗ്രാമുകൾ ചെയ്തിരുന്നത് എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ സുബിയുടെ പൈസ കൊണ്ടൊന്നും അല്ല അവർ ജീവിച്ചത്, അല്ലെങ്കിൽ സുബിയുടെ വരുമാനം കൊണ്ട് അവർ ജീവിച്ചു, നല്ല വീട് വെച്ചു. ഇത്തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ തെറ്റാണ്, അതിലൊന്നും വലിയ കാര്യമില്ല എന്നുള്ള ഒരു തരത്തിലുള്ള പരാമർശം അവർ നടത്തിയിട്ടുണ്ട്. നേരെ മറിച്ച് സുബിയെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ പറയുന്ന കാര്യം, അവരുടെ അമ്മ ചെറുപ്പത്തിലെ വൈധവ്യം അനുഭവിച്ചുകൊണ്ട് തന്നെ വിവാഹം പോലും വേണ്ടാന്ന് വെച്ച് അമ്മയ്ക്ക് വേണ്ടിയിട്ട് പുതിയൊരു പങ്കാളിയെ കണ്ടെത്തുകയും അവരൊക്കെ വീട് വെച്ച് നൽകുകയും അങ്ങനെ അമ്മയെ സേഫാക്കുകയും ചെയ്ത നല്ലൊരു മകളാണ്. അപ്പം അതേപോലെ തന്നെ അമ്മയുടെ വാക്കുകളിൽ പലപ്പോഴും സുബിയോടുള്ള സ്നേഹത്തെക്കാൾ കൂടുതൽ അവരുടെ മകനോടുള്ള സ്നേഹവും കരുതലുമൊക്കെയാണ് മുന്നോട്ട് നിൽക്കുന്നതെന്നും അവരിത്രമാത്രം സ്വാർത്ഥത വന്നിരിക്കുകയാണ് എന്ന് അറിഞ്ഞിരുന്നില്ല എന്നൊക്കെ തരത്തിലുള്ള പരാമർശങ്ങൾ അവരുടെ നേർക്ക് ഇപ്പം ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. അതുപോലെ അമ്മ പറഞ്ഞ മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, പ്രശസ്തമായ ഒരു പ്രോഗ്രാമിൽ വർഷങ്ങളോളം ചെയ്തതിന് ശേഷം സുബി അതിൽ നിന്ന് കൈപ്പറ്റിയത് വെറും 2000 രൂപയാണെന്നും അതുകൊണ്ട് ഇനിയും നീ ഇത്തരത്തിലെ പൈസ കുറഞ്ഞ് അല്ലെങ്കിൽ പ്രതിഫലമൊന്നും വാങ്ങാത്ത രീതിയിൽ പ്രോഗ്രാം ചെയ്തിട്ട് കാര്യമില്ല, നീ പ്രശസ്തിയായ ഒരു നടിയാണ് അല്ലെങ്കിൽ പ്രശസ്തിയായ വ്യക്തിയായിട്ട് മാറിക്കഴിഞ്ഞു, അതുകൊണ്ട് കണക്ക് പറഞ്ഞ് പ്രതിഫലം വാങ്ങണമെന്ന് സുബിയെ നിർബന്ധിച്ചത് രമേഷ് പിഷാരടിയാണ് എന്നവിടെ ഒരു സംസാരവും വന്നിട്ടുണ്ട്. എന്നാൽ ഇവർ സുബിയെ ജീവന് തുല്യം സ്നേഹിച്ചിരുന്ന സുബി വിവാഹം കഴിക്കാൻ ഒരു പരിധിവരെ, അല്ലെങ്കിൽ സുബിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച ആ യുവാവിനെ കുറിച്ച് കാര്യമായിട്ട് പരാമർശമൊന്നും നടത്തുന്നില്ല. സിനിമയിലെ സീരിയലൊക്കെ അഭിനയിക്കുമ്പോഴും സുബിക്ക് ഹാസ്യമായിരുന്നു വളരെ പ്രിയപ്പെട്ടത്. കുട്ടിപ്പട്ടാളം എന്ന പ്രോഗ്രാമിൽ സുബിയും ചെറിയ കുട്ടികളും നടത്തിക്കൊണ്ടിരുന്ന ആ പ്രോഗ്രാം വലിയ ചർച്ചയായിട്ട് മാറിയിട്ടുണ്ട്. പലപ്പോഴും അതിനകത്തുള്ള ഡബിൾ മീനിങ് പ്രയോഗം സുബിക്ക് തന്നെ വിനയായി, അതിന് ആ പ്രോഗ്രാമിൻ്റെ മാന്യത കളഞ്ഞു എന്നൊക്കെ തരത്തിലുള്ള വിമർശനങ്ങളും സുബി ഒരുപാട് കേട്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇവർ പറയുന്ന ഇവരുടെ ഭർത്താവിന് ക്യാൻസർ ആണ് എന്നറിഞ്ഞ് വിളിക്കേണ്ട കാര്യമില്ലാഞ്ഞിട്ട് പോലും മഞ്ജു വാര്യർ വിളിച്ചിരുന്നു, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തന്നെ വിളിക്കണം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെ മമ്മൂട്ടി ഉൾപ്പെടെയുള്ള പ്രശസ്തരായ ആളുകളൊക്കെ അവരെ വിളിക്കാറുണ്ട്, അന്വേഷിക്കാറുണ്ട്. മന്ത്രി പി രാജീവ് വീട്ടിൽ വന്നിരുന്നു, ആവശ്യമുണ്ടെങ്കിൽ പറയണമെന്ന് പറഞ്ഞിട്ടിരുന്നു എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഇപ്പോൾ ഇവർ പറയുന്ന ഒരു കാര്യം, ഒന്നാമത്തെ കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പല ആളുകളുടെ ഒരു ധാരണ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മമ്മൂട്ടി, മോഹൻലാൽ അല്ലെങ്കിൽ സിനിമാ ഫീൽഡിൽ നിന്ന് കുറേ കാലം ഇങ്ങനെ സുബി സുരേഷ് നിറഞ്ഞു നിന്നുകൊണ്ട് മറ്റ് പലരുടെയും ഭാഗത്തുനിന്ന് ഇവർക്ക് ഒരുപാട് പൈസ കിട്ടി, സാമ്പത്തിക സഹായങ്ങൾ കിട്ടി, ഇത്തരത്തിലുള്ള ഒരു ധാരണ സുബീനെ കുറിച്ച് ആളുകൾ വെച്ചു പുലർത്തുന്നുണ്ട്, അല്ലെങ്കിൽ ഇവരുടെ കുടുംബത്തെക്കുറിച്ച് വെച്ചു പുലർത്തുന്നുണ്ട്. അതൊക്കെ വെറും തെറ്റായ കാര്യമാണ് എന്നും മഞ്ജു വാര്യർ ഉൾപ്പെടെയുള്ള ആളുകളോട് ആ സ്നേഹവും ബഹുമാനമൊക്കെ ഉണ്ട്, പക്ഷേ അത് കളയാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവരോട് ആരോടും പ്രത്യേകിച്ച് സാമ്പത്തികമോ അല്ലാത്ത സഹായങ്ങളൊന്നും ചോദിച്ചിട്ടില്ല എന്നുമുള്ള ഒരു ഭാഷ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംസാരമൊക്കെയാണ് സുബിയുടെ അമ്മയുടെ ഭാഗത്തു നിന്നുണ്ടായത്. കാര്യം എന്തു തന്നെയാണെങ്കിലും അമ്മയ്ക്ക് വേണ്ടിയിട്ട് ജീവിതം ഒഴിഞ്ഞു വെച്ച സുബിയെ പോലെയുള്ള ഒരു കലാകാരിയെക്കുറിച്ച് അവരർഹിക്കുന്ന രീതിയിൽ കുറച്ചുകൂടെ സ്നേഹവും ബഹുമാനവും ഒക്കെ നൽകാമായിരുന്നു. തൻ്റെ ഒരു കഴിവ് കൊണ്ടാണ്, തൻ്റെ മിടുക്കൊണ്ടാണ്, അല്ലെങ്കിൽ സുബി മടിച്ചിയാണ്, കഴിവില്ലാത്തവളായിരുന്നു എന്നൊക്കെ തരത്തിലുള്ള രീതിയിൽ ആണ് ഈ സുബിയുടെ അമ്മയുടെ പല വാക്കുകളെയും ആളുകൾ വിലയിരുത്തുന്നത്. അതുപോലെ തന്നെ സുബിയുടെ അമ്മ പറയുന്ന പല കാര്യങ്ങളും സുബി ഒരുപാട് സ്നേഹിക്കുന്ന ആളുകൾക്ക് അത്രമാത്രം ഉൾക്കൊള്ളാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ലെവലിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ ചില ആളുകളൊക്കെ കമൻറ്റിലൂടെ ചോദിക്കുന്നത്, ഞങ്ങളൊക്കെ ഇടയ്ക്ക് ഒരു വിഷമം എന്ന് പറയുന്നത് സുബിയുടെ മരണത്തെ സുബിയുടെ അമ്മ എങ്ങനെ ഉൾക്കൊള്ളുമെന്ന് ഭയപ്പെട്ടായിരുന്നു വരുന്നത്, പക്ഷേ നിങ്ങൾ വളരെ സ്വാർത്ഥമതിയാണെന്നും നിങ്ങളെ മകനെ സ്നേഹിച്ചതിൻ്റെ പകുതി പോലും സുബിയെ സ്നേഹിച്ചില്ല എന്നും അവളുടെ പണത്തെ
ഇല്ലെങ്കിൽ അവൾക്ക് അമ്മയോടുള്ള സ്നേഹത്തെയൊക്കെ അമ്മയും ഭർത്താവും അല്ലെങ്കിൽ സഹോദരങ്ങളൊക്കെ ചൂഷണം ചെയ്യുകയാണ് ചെയ്തത് എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങളാണ് ചില ആളുകളുടെ കമൻറ്റ് ഭാഗങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ കമൻറ്റിലൂടെ നമുക്ക് വ്യക്തമാകുന്നത്. എന്തു തന്നെയാണെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്വന്തം ജീവിതത്തൊക്കെ കൂടുതൽ കുടുംബത്തെ അപ്പം കണ്ടുപിടിച്ചൊക്കെ സുബിയുടെ പിതാവ് അല്ലെങ്കിൽ അവരുടെ അമ്മയുടെ ആദ്യത്തെ ഭർത്താവ് കുടുംബമൊക്കെ ഒരുപാട് സാമ്പത്തിക ഉന്നതിയിലുണ്ടായിരുന്നെങ്കിലും അത് മുഴുവനും സ്വത്ത് നശിപ്പിച്ച് കളഞ്ഞ ഒരു വ്യക്തിയാണ്. അപ്പോൾ തിരിച്ച് തൻ്റെ അമ്മയ്ക്ക് ഒരു കുറവ് വരരുത് എന്ന് വിചാരിച്ച് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സ്റ്റേജ് പ്രോഗ്രാമിലൂടെയൊക്കെ നടന്ന് ഒരുപാട് കുടുംബത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് ഒരു പ്രോഗ്രാം കഴിയുമ്പോൾ ഭക്ഷണം പോലും കഴിക്കാതെ അടുത്ത പ്രോഗ്രാമിന് വേണ്ടിയിട്ട് പോവുക, ഇങ്ങനെ സ്റ്റേജിനെ ഒരു ലഹരിയായിട്ട് കൊണ്ടു നടന്ന് സ്വന്തം ആരോഗ്യത്തിന് അല്ലെങ്കിൽ അസുഖമാണെന്ന് പറഞ്ഞപ്പോൾ തുടക്കത്തിൽ അതിന് വേണ്ടുന്ന ശ്രദ്ധ നൽകാതെ കാര്യങ്ങൾ കൈവിട്ടു പോവുകയും തീരെ അപ്രതീക്ഷിതമായിട്ട് 2023 മരണത്തിന് കീഴടങ്ങുകയും ചെയ്ത ഒരു വ്യക്തിയാണ്. അപ്പോൾ എന്തായാലും സുബിയെക്കുറിച്ചുള്ള വിവാദങ്ങൾ ഇനിയും കെട്ടടങ്ങിയിട്ടില്ല. ഒപ്പം പ്രേക്ഷകരുടെ മനസ്സിൽ സുബി എന്ന നടിയോടുള്ള സ്നേഹവും ഇതുവരെ അണഞ്ഞിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള ചില പരാമർശങ്ങളൊക്കെയാണ് വീണ്ടും ഉയർന്നു വന്നുകൊണ്ടേയിരിക്കുന്നത്.